ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധിക്കും. നമ്മളൊരു കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. കിളിക്കൂട് ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ പഴയ കിളിക്കൂടൊക്കെ പന്നലായിപ്പോയി. അപ്പോൾ നമ്മളൊരു പുതിയ കിളിക്കൂട് സെറ്റാക്കി. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളും കൂടൊക്കെ പണിയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂട് പണിഞ്ഞ് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമ്മുടെ തടിയുടെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലെവലിന് എല്ലാം ഒരേ സൈസിന് കട്ട് ചെയ്തെടുക്കുക എന്നാണ് ആദ്യത്തെ പരിപാടി. അപ്പം ഞാനിപ്പോൾ കൂട് പണിയുന്നത് തൊട്ടടുത്തുള്ളവരാണ് ഞാനിപ്പോൾ പണിഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല കിടിലായിട്ട് പണി തന്നിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ പീസുകളെല്ലാം കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റുകയാണ് കറക്റ്റ് അളവിനായിട്ടുള്ളത്. എന്നതിന് ശേഷം അതാണ്ടിപ്പോൾ ചീവാനായിട്ട് പോവാണ്. ചീവ കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് പെയിൻ്റൊക്കെ അടിക്കാൻ നേരത്തെ വളരെയധികം നല്ലതായിരിക്കും. അപ്പം ചീവി സെറ്റാക്കുവാണ് ഇതെല്ലാം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം കൂടിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു 3 അടി വീതിയും 4 അടി ഉയരം വന്ന ഒരു ഹൈറ്റ് കൂടുതൽ വെച്ചിട്ടുള്ള ഒരു കൂടാണ് നമ്മളിന്ന് പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാം ചീവി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പീസുകളെല്ലാം മുറിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുമ്പ് ഭാഗത്തൊക്കെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉളി വെച്ചാണ്ട് ഇതാണെങ്കിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പശ ഒട്ടിക്കുകയോ അല്ല ആണി അടിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, അടിക്കുകയല്ല. നമ്മൾ മറ്റേ സ്റ്റാറിൻ്റെ സ്ക്രൂ യൂസ് ചെയ്ത് നമ്മൾ മുറുക്കുകയാണ് ചെയ്യുന്നത്, ഡ്രില്ല് യൂസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഴിക്കുകയും ചെയ്യാം. ഏത് വശത്ത് വേണമെങ്കിലും നമുക്ക് ഡ്രില്ല് യൂസ് ചെയ്ത് തിരിച്ച് റിട്ടേൺ ഈ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പീസ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണക്ക് നമുക്ക് സിമ്പിളായിട്ട് ഡ്രില്ല് യൂസ് ചെയ്ത് നമുക്ക് ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു വൃത്തിയോടും വരത്തുമില്ല. നമ്മുടെ തടിയൊന്നും പൊട്ടിപ്പോകാനും വളരെയധികം ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ വെച്ച് പിടിപ്പിക്കുമ്പോഴേ അപ്പം വലിയ ബലം കൊടുക്കേണ്ട ആവശ്യവും വരുന്നൊന്നുമില്ല. നമുക്കിപ്പം അതിൻ്റെ ഹോൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് കണക്ക് 4 മൂലയ്ക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വലിയ പാടൊന്നുമില്ല. നമുക്ക് പീസെല്ലാം മുറിച്ച് വെച്ചേക്കാണ്. ഇത് കണക്ക് മുറുക്കി പോയാൽ മതി. സ്ക്വയറായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം മുറുക്കി പോയാൽ മതി. ഇതിപ്പോൾ സൈഡ് ക്രോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ഷീറ്റ് ഇടുമ്പം ഒരു സൈഡിലോട്ട് താഴോട്ടിടുന്ന രീതിയിലാണ് നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്ന പട്ടിയിൽ കുറച്ച് ഹൈറ്റ് കുറവാണ്, ബാക്കിലത്തെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് അകത്തൊന്നും വേസ്റ്റ് ആവത്തില്ല സ്ഥലം. ഇതേ കണക്ക് സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിലത്തെ കുറച്ച് ഹൈറ്റിലും ഫ്രണ്ടിലത്തെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് സ്ഥലവും കുറയത്തില്ല. അതേ കണക്ക് തന്നെ നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ഒറ്റ സൈഡായിട്ട് ഇടാൻ വേണ്ടിയാണ്. അപ്പം കറക്റ്റായിട്ട് ഷീറ്റ് കിടക്കുകയും ചെയ്യും നമുക്ക്. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വാതിൽ സെറ്റ് ചെയ്യണം. അതേ കണക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പ്രൈമർ അടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത പരിപാടികളുണ്ട്. അതുകൊണ്ട് വാതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാതിലെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ വാതിൽ ഇടാനുള്ള ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ സെൻട്രലായിട്ടാണ് ഈ സ്ക്വയറായിട്ടിരിക്കുന്ന ആ ഷേപ്പിലാണ് നമ്മളിവിടെ വാതിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇപ്പം കാണാനായിട്ട് സാധിക്കും. ആ സെൻറ്ററിൽ വരുന്ന ഹോളാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് കിളിയെ പിടിക്കണമെങ്കിലൊക്കെ അത്യാവശ്യം യൂസ്ഫുള്ളായിരിക്കും. അപ്പം ഒരുപാട് വലുതായിട്ടൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് തന്നെ നമ്മൾ തുറക്കുമ്പോഴൊക്കെ തീറ്റിയിട്ട് കൊടുക്കാനൊക്കെ പറന്നു പോകും. അപ്പോൾ അടുത്ത് നമ്മൾ നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റ് എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് 3 അടിയുടെ നെറ്റാണിത്. അപ്പോൾ നമുക്കൊന്നും തന്നെ വേസ്റ്റ് ആവത്തില്ല. 3 അടി വീതി ആയതുകൊണ്ട് ഒട്ടും വേസ്റ്റ് ആവത്തില്ല. നമുക്ക് 2 സൈഡിൽ മാത്രമേ ഉള്ളൂ 4 അടി വരുന്നത്. അപ്പം നമ്മൾ 3 അടിയുടെ നെറ്റ് നേരെ വെച്ചതിന് ശേഷം നമ്മുടെ സാധാ 1 ഇഞ്ചിൻ്റെ അണി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടിച്ചെടുത്ത് കൊടുത്താൽ മതി. ഇത് വലിയ അറിയാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പരിപാടി പെട്ടെന്ന് കഴിക്കാം. എന്ന് വെച്ചാൽ ഒരു സൈഡ് 3 അടിയുടെ മൊത്തത്തിൽ ചുറ്റി വരുന്ന നമ്മൾ ഈ നെറ്റ് വെച്ച് കവർ ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോവുകയാണ്. ചെറിയൊരു ഇത് മാത്രമേ വന്നുള്ളൂ. ചെറിയ നെറ്റിൻ്റെ പീസ് മാത്രമേ വെളിയിലോട്ട് വന്നുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. താഴത്തെ പീസ് നമ്മൾ അടിക്കാതിട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റി വന്ന് കറക്റ്റായിട്ട് നെറ്റ് തീരുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ അടിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നെറ്റ് അടിച്ച്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കുടം അതേ കണക്ക് തന്നെ അകത്ത് ചില്ലകൾ ഇതൊക്കെ വെക്കണമെങ്കിൽ ഇതൊക്കെ ഈ നെറ്റ് ഒന്നെങ്കിൽ അടിക്കുന്നതിന് മുമ്പിട്ട് വെക്കുക, ഇല്ലെങ്കിൽ ആ 2 സൈഡും അടിക്കാതെ അല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പാകത്തിന് വെച്ചതിന് ശേഷം സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ താണ്ട് ഏകദേശം എല്ലാം അടിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫുള്ള് ഒരു റൗണ്ട് ചുറ്റി വന്നപ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു 3.5 മീറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. 3.25 മീറ്റർ അടുപ്പിച്ചോളം നമുക്ക് 3.5 മീറ്റർ അടുപ്പിച്ച് നമുക്ക് ഈ ഒരു റൗണ്ട് ചുറ്റി എടുക്കാനായിട്ട് വന്നു. ഈ 2 സൈഡുകൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക്
4 1 മീറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, 1.25 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പീസായിട്ട് കട്ട് ചെയ്ത് 2 സൈഡിൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് മുമ്പിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഈ ചില്ലകളൊക്കെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂൽക്കമ്പി വെച്ചാണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ പൈപ്പാണ്, പൈപ്പിൻ്റെ മണ്ടയിൽ ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൈപ്പിൻ്റെ മണ്ടയിൽ നമ്മൾ തടിയുടെ പീസ് അടിച്ചിറക്കിയതിന് ശേഷം അതിൻ്റെ അകത്തിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇനി മുകളിൽ ഷീറ്റും ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് വീഡിയോ ക്ലിപ്പൊന്നും കിട്ടിയില്ല, കാരണം എൻ്റെ വർക്കിൻ്റെ ഇടയ്ക്കൊക്കെ ആയിപ്പോയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മളിനി വാതിലും കൂടെ ഇടാനുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ചില്ലയാണിത്. അത് നമ്മൾ ജസ്റ്റ് ഒരു പേരക്കമ്പ് വെട്ടി വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തിൽ നമ്മുടെ നൂൽക്കമ്പിയുടെ കുറച്ചുകൂടെ കട്ടിയുള്ള സാധനം വെച്ച് കമ്പി വെച്ച് നമ്മൾ എല്ലാം ടൈറ്റ് ചെയ്ത് കിട്ടിയാൽ കുടമൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. പിന്നെ വാതിലിടുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ ഇടാനായിട്ട് ശ്രമിക്കാം. നമുക്ക് സെൻറ്ററിൽ ഇടുമ്പോൾ ഏത് വശത്തോട്ട് വേണമെങ്കിലും നമുക്ക് പിടിക്കാനും എടുക്കാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ്. അത് കണക്കിന് നമ്മുടെ താണ്ടെ 2 കിളികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞയും അത് കണക്കിന് ഒരു വൈറ്റും മിക്സായ ഒരു കളറാണ് മേടിച്ചത്. അപ്പോൾ ഇനിയും കുറച്ച് ലവ് ബേണിനോടെ മേടിക്കണം. അത് കണക്കിന് നമ്മുടെ വാതിലിതാണ്, വാതിലിട്ട് കൂട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു കേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.